ഹലോ എൻ്റെ മക്കളെ, പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം എനിക്കിവിടെ കേട്ടോ. എല്ലാവരും തുണിയൊക്കെ പോയി എടുത്തല്ലേ? സത്യമായിട്ട് ഞാൻ ഇന്നലെ പോയി തുണിയൊക്കെ എടുത്തു കേട്ടോ. ഞാൻ കാണിക്കാം. നമ്മളിന്നലെ ആദത്തിൽ പോയി. സത്യം കഴിഞ്ഞ കൊല്ലം ഞാൻ തുണി സത്യം പറഞ്ഞാൽ എനിക്ക് സാരിയോ നൈറ്റിയോ ഒന്നും മേടിച്ചില്ലായിരുന്നു. ഞാൻ സത്യമായിട്ട് ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷം ഞാൻ എല്ലാവരും പറഞ്ഞിട്ട് സാരി മേടിക്കണമെന്ന്. അങ്ങനെ ഞാൻ പോയി ഇരുമോളെ അവിടെ സാരി മേടിച്ചു കേട്ടോ. ഇഷ്ടം എനിക്ക് ഇഷ്ടമെന്ന് വേണം. ഇത് ഇങ്ങനത്തെ സാരി എനിക്ക് ഇല്ലായിരുന്നു. എനിക്കൊന്ന് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി ഈ സാരി, സൈസ് സാരി കണ്ട കണ്ടേ. എൻ്റെ അണ്ണന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങളെ. സത്യം നല്ല നല്ല തുണിയായിട്ടാ. ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ പണ്ടങ്ങാണ്ട് എനിക്ക് തന്നെ കെട്ടിങ്ങനെ പെട്ടങ്ങാണ്ട് ഈ സൈസ് സാരി എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നോക്ക് എത്ര സാരി നോക്കിയിട്ടാണെന്നറിയാമോ. ശേഷം വെളുത്തുകാർ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഇത്തിരിയൊക്കെ ഭംഗിയാണ്. കൊള്ളാം. കണ്ട ബ്ലൗസും കൂടെ വെച്ചു. ബ്ലൗസ് ഇതായിട്ടാ. ബ്ലൗസിൻ്റെ തുണി രണ്ട് ബ്ലൗസിൻ്റെ തുണി. ഇന്ന് ഇത് വീഡിയോയിൽ കാണിച്ചിട്ട് എനിക്ക് ഇന്ന് തയ്ക്കാൻ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മടക്കി വയ്ക്കാം, പിന്നെ മടക്കി വയ്ക്കാം കേട്ടോ. പിന്നെ അവിടെ കിട്ടും. ഇതാർക്കാ? ഇതെൻ്റെ അണ്ണന്. അല്ല ഇതാണിപ്പോൾ ഷർട്ടും ഇല്ലായിരുന്നു ഇതേപോലത്തെ. അണ്ണന് പിന്നെ എല്ലാ വർഷവും ഞാൻ 1-2 ഷർട്ട് ഒരു മുണ്ട് അങ്ങനെ മക്കളേതാണ്ട കണ്ടോ. എൻ്റെ അണ്ണന് ഇതേ കളറ് ഷർട്ടേ ഇല്ലായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടാണ് കേട്ടോ. നല്ല ഷർട്ടാണ്. എന്ന് വെച്ചാൽ 10-600 രൂപ ആയതേ ഉള്ളൂ മക്കളെ. ഷർട്ടിനൊക്കെ 10-600 രൂപ ആയതേ ഉള്ളൂ. കണ്ടേ. എന്ന് വെച്ചാൽ നല്ല ഇച്ചിരി കട്ടിയുണ്ട്. ഈ കളറ് പിന്നെ ഒരു മുണ്ട്. എൻ്റെ അണ്ണന് കേട്ടോ. അപ്പം എനിക്കും അണ്ണനും ആയേ. പിന്നെ ഇത് എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ മോൻ്റെ കേട്ടോ ജെട്ടി. ഇതെൻ്റെ മോൻ. ഇത് എൻ്റെ മരുമോന്. എൻ്റെ മരുമോന് ഒരു പാൻറ്റ് മേടിച്ച് 2 ഷർട്ട് കിട്ടി കേട്ടോ. 2 ഷർട്ടും ഉണ്ട് എൻ്റെ മരുമോന്. ഇതെൻ്റെ മരുമോനെ കേട്ടോ. അവള് മടക്കി വെച്ചേക്കുക. ഷർട്ട് പാൻറ്റ്. എൻ്റെ മോന് ഇതിലെ മോഡലിലെ ഷർട്ട് ഇല്ലായിരുന്നു എൻ്റെ കുഞ്ഞിന് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം. എൻ്റെ കുഞ്ഞിനൊക്കെ ഇഷ്ടപ്പെട്ടു. കൈ കൊണ്ട് പൂച്ച വേറെ അങ്ങോട്ട് കയറും. എൻ്റെ മോനൊരു പാൻറ്റ്. അവന് മാഗി പാൻറ്റ് മതിയെന്ന്. സത്യം എൻ്റെ അണ്ണന് ബോണസ് കിട്ടിയതെല്ലാം ഇന്നലെ കൊണ്ടുപോയി നമ്മൾ തുണിയെടുത്ത്. എല്ലാം അല്ല, കുറച്ച്. എല്ലാത്തിനും വിലയാന്നേ. നമ്മളിവിടുന്ന് കടയിൽ ചെല്ലുമ്പോൾ അവർ എഴുതി വെച്ചേക്കുന്നത് വില കുറവ് ചെന്ന് കയറുമ്പോൾ അറിയാം. പിന്നെ എൻ്റെ മോക്ക് നമ്മൾ ഈ വർഷം എന്തായാലും പിന്നെ നമുക്കൊന്നും ഇല്ലാത്ത സൈസ് കളറും ഇല്ലാത്ത മോഡലും തുണികളും. എന്ന് വെച്ചാൽ എൻ്റെ മോക്ക് ഇങ്ങനെ കോളറുള്ള ഇതില്ലായിരുന്നു. കോളറൊക്കെ വെച്ചതാണ്. അവൾക്കങ്ങ് ഇഷ്ടപ്പെട്ട്. ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ആ നല്ല തുണി എത്ര നാൾ വേണമെങ്കിലും കിടന്നോളും. ഒരു കുഴപ്പമില്ല കേട്ടാ. ആദം അവിടെ ഇച്ചിരി വില കുറവാണ്. ഇതിനൊക്കെ 600 രൂപയേ ഉള്ളൂ. 300-400 രൂപയുടെ തുണിയൊക്കെ മേടിച്ചാലേ. ഇത് എൻ്റെ അച്ഛൻ മരിച്ചു പോയി. എന്നാലും ഞാനും ഒരു കൈലിയും തോർത്തും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ട് കൊടുക്കും. ഞാൻ അമ്മ എടുത്ത് അമ്മയുടെ മരുവിന് കൊടുക്കുകയോ അതോ ഇനി അമ്മ കൊടുക്കുകയോ ഒക്കെ ചെയ്യട്ടത്. ഇത് എൻ്റെ മോന് ബോണസ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ കടയിൽ പോകുമെന്ന് പറഞ്ഞില്ലേ. 2500 രൂപ ബോണസ് കിട്ടിയാലേ ഇന്ന് പോയി എൻ്റെ അമ്മച്ചിക്ക് അവ സ്വന്തമായിട്ട് സത്യം പറഞ്ഞാൽ അവരാങ്ങളും മക്കളും കൂടെ പോയി എൻ്റെ അമ്മയ്ക്ക് ഒരു സാരിയും എൻ്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട് ഒരു ബ്ലൗസിൻ്റെ തുണി കൂടെ എൻ്റെ മോൻ തിരഞ്ഞെടുത്തതാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ. അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ അമ്മായിമ്മയ്ക്കോ മറ്റുള്ളവർക്കൊക്കെ ഇല്ല ഇങ്ങനെ എടുക്കുക എന്താ കാണിക്കാത്തതെന്ന്. നമ്മുടെ അമ്മയ്ക്ക് ഒരു തോറത്തോ അതൊന്നും കൊടുത്തില്ലേലും അവർക്ക് സന്തോഷമാണ്. ഒരു തോറത്തോ അതൊരു തൃപ്തിയാണ്. പക്ഷെ അതേ കണക്ക് എല്ലാവരും നിൽക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ കാണിച്ചതും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും. എൻ്റെ മോക്കടെ ഷാള്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അങ്ങനെ ഈ വർഷത്തെ ഓണക്കോടി ഒക്കെ കണ്ടല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ശരി വയ്ക്കട്ടെ.
എല്ലാ കുഞ്ഞുങ്ങളെ ഞാൻ തിരക്കിയിട്ടുണ്ട്. ആരും എന്നോട് പിണങ്ങരുത്. ജോലികളൊക്കെ എനിക്ക് ഒതുങ്ങിയായിട്ടാ. ആ ജോലിയെല്ലാം ഒതുങ്ങി. നാളെ ഇച്ചിരി അവലോസ് കൂടി ഉണ്ടാക്കണം, അതിവിടെ വേണം ഇച്ചിരി. എല്ലാം ഒതുങ്ങി സാധനങ്ങളെല്ലാം മേടിച്ച് കുഴപ്പമില്ല. ഓണമൊക്കെ എല്ലാവരും സന്തോഷിച്ചിരിക്കണം. എല്ലാവരും ഓണക്കൊടി എടുത്തിട്ടുണ്ട്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തിന് 4 പേരെയും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അണ്ണന് മോന് നിൽക്കുമെന്നുണ്ടെങ്കിൽ 4 പേരെയും കൂടെ ഞാൻ കാണിക്കും. എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുമെന്ന് പറയുമ്പോഴേ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും, നിൽക്കത്തില്ല അവർ രണ്ടുപേരും. മോള് പിന്നെ എൻ്റെ കൂടെ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മോടെ ഒരു നിർബന്ധത്തിനും അല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. എൻ്റെ സ്വന്തം നിർബന്ധമാണ്. സത്യം മോൾ എന്നെ ഉന്തിത്തള്ളി വിട്ടിട്ടേ ഇല്ല. അത് ആരെയും അങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ യൂട്യൂബിലൊക്കെ വന്നതും എല്ലാം എൻ്റെ മോളെ ഇതിനകത്ത് ഒന്നിനും പിടിച്ചിടുന്നത്. വെച്ചാൽ മോള് അവൾ പഠിക്കാൻ പോകുന്നത് അവൾക്ക് ഒരു നേരമില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ കുഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ എങ്കിൽ ശരി, വെക്കട്ടെ മക്കളെ. എല്ലാവർക്കും നല്ലൊരു ഓണം.